ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബ്ലോഗ് വന്നിട്ട് ലാസ്റ്റ് ഡിസംബർ എടുത്ത ബ്ലോഗാണ്. ഇത്രയും ലേറ്റായി റിലീസ് ചെയ്യാൻ കാരണം 8 ദിവസം ഷൂട്ട് ചെയ്ത ബ്ലോഗാണ്. സോ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ ആഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. നമ്മൾ പോകുന്നത് എല്ലാവരുടെയും ഡ്രീം പ്ലേസ് ആയ കാശ്മീരിലാണ് പോകുന്നത്. അത് എങ്ങനെ പോയി, വേറെ എവിടെയൊക്കെ പോയി, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വീഡിയോയിലേക്ക് കാണാം. നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ സ്വന്തം നാടായ തിരുവനന്തപുരത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോകുന്നത് ബാംഗ്ലൂർ, കൂടെ നമ്മളെ അജിനെണ്ണമുണ്ട്. അങ്ങനെ രാത്രി നമ്മൾ തിരിച്ച് രാവിലെ തന്നെ ബാംഗ്ലൂർ റീച്ചായി. രാവിലെ തന്നെ നല്ലൊരു മഴയും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അണ്ണൻ വന്നിട്ട് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത്. സോ നമ്മൾ നേരെ അവൻ്റെ റൂമിലാണ് പോയത്. രാവിലെ തന്നെ നമ്മൾ ബാംഗ്ലൂരിൽ കറങ്ങാൻ വേണ്ടി ഇറങ്ങി. ഞാൻ അജിനെണ്ണിട്ട് കോരമംഗലം ഫോറംസ് മാളിലാണ് പോയത്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് കറങ്ങിയിട്ട് വേറെ കുറച്ച് പ്ലേസിലൊക്കെ പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. രാവിലെ 11:30 കയറിയത് ഈവനിങ് 6 മണിയൊക്കെ ആയി ഇറങ്ങാൻ സമയം. പിന്നെ നമ്മൾ നേരെ റൂമിൽ തന്നെ പോയി. റൂമിൽ പോയി ചെറുതായിട്ടൊക്കെ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് നമ്മൾ റൂമിൽ ഇരുന്ന് കഴിച്ച്. ഇത് വന്നിട്ട് അജിനെൻ്റെ ഫ്രണ്ടാണ്. അജിനാണ് എൻ്റെ സ്കൂൾ മേറ്റാണ്. അജിനെ കാണാൻ വേണ്ടി വന്നത്. ഇത് എൻ്റെ സ്വന്തം ബ്രദേഴ്സാണ്, അജിൻ ആൻസിൻ. നമ്മൾ 3 പേരും തന്നെ നൈറ്റ് തന്നെ ഡ്രസ്സൊക്കെ ബാഗിൽ പാക്ക് ചെയ്ത് വെച്ച് പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങി. നേരെ പോകുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. റൂമിൽ നിന്ന് ക്യാബ് ബുക്ക് ചെയ്ത് നമ്മൾ ക്യാബിലാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ പോകുന്നത്. പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ കറക്റ്റ് സമയത്ത് ബാംഗ്ലൂർ എയർപോർട്ടിൽ നമ്മൾ റീച്ചായി. നമ്മൾ ലഗേജ് ഒക്കെ എടുത്തിട്ട് നേരെ ഫ്രണ്ട് എൻട്രൻസിൽ പോയി. ഫ്രണ്ട് എൻട്രൻസ് ചെക്കിങ് കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് കയറി. ബോർഡിംഗ് പാസും അവരവരെ ആധാറും കാണിച്ചിട്ട് അവരങ്ങനെ അകത്ത് കയറി നമ്മൾ നേരെ ലഗേജ് കൗണ്ടറിൽ പോയി. അവിടെ ബാർകോഡും ടാഗും അടിച്ചതിന് ശേഷം നമ്മൾ ബാഗ് അവിടെ കൊടുത്തിട്ട് നേരെ നമ്മൾ ചെക്കിങ്ങിൽ പോയി. ബോർഡിംഗ് പാസ് നമ്മൾ നേരത്തെ എടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ ക്യൂവില് വരിയിലൊന്നും നിൽക്കേണ്ടായിരുന്നു. നമുക്ക് ഫ്ലൈറ്റിന് നിറയെ ടൈം ഉണ്ടായിരുന്നു. സോ നമ്മൾ ഒരു 1 hour തന്നെ അകത്ത് തന്നെ ചുമ്മാ ഷോപ്പിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ നടന്നുകൊണ്ടിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഫുഡ് വാങ്ങിച്ച് കഴിച്ച് അവിടെ നിന്ന് നോക്കിയാൽ നല്ല ഗ്രൗണ്ട് വ്യൂ കിട്ടി. പിന്നെ അവിടെ നിന്ന് കുറച്ച് റീൽസ് വീഡിയോസ് അങ്ങനെയൊക്കെ കുറച്ച് എടുത്ത് പിന്നെ നമ്മൾ 3 പേര് മെയിൻ ഗേറ്റിൽ പോയി. പിന്നെ അവിടെ നിന്ന് നമ്മളെ ബസ്സിൽ കയറ്റി ഗ്രൗണ്ട് ഒരു റൗണ്ട് ചുറ്റിയിട്ട് നേരെ നമ്മളെ ഫ്ലൈറ്റിൽ നിൽക്കുന്നിടത്ത് നമ്മളെ കൊണ്ടുപോയി. അങ്ങനെ ബോർഡിംഗ് പാസ് കാണിച്ചിട്ട് നമ്മൾ അകത്ത് കയറി. നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് വന്നിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്, ബാംഗ്ലൂർ ടു ഡൽഹി. ഫ്ലൈറ്റിലുള്ള ക്രൂ പറഞ്ഞ് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ്. എന്നാലും ഞാൻ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ക്രൂവിൻ്റെ അടുത്ത് വന്നിട്ട് യൂട്യൂബ് ചാനലിൻ്റെ പേര് കേട്ട് എന്തൊക്കെ ബ്ലോഗൊക്കെയാണ് ഇടുന്നതെന്ന് കേട്ട് ഫ്ലൈറ്റ് അങ്ങനെ റൺവേയിൽ കയറി. അങ്ങനെ നമ്മൾ പറക്കാനും തുടങ്ങി. മോർണിംഗ് നമ്മൾ ചെറുതായിട്ട് തന്നെ കഴിച്ചിരുന്നു. സോ നമുക്ക് ഉച്ചയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിൻ്റെ അകത്തു നിന്ന് തന്നെ നമ്മൾ ബിരിയാണി വാങ്ങിച്ച് കഴിച്ച്. ഇത് നമുക്ക് അകത്ത് കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടിയതാണ്. ഹണി, പിന്നെ ഒരു പാക്കറ്റ് തേന്. അത് പൊളി. അങ്ങനെ കുറച്ച് ഫണ്ണൊക്കെ നടന്നിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നേരെ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി. രാവിലെ 10 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ ഡൽഹിയിൽ റീച്ചായി. അടുത്ത ഡൽഹിയിൽ നിന്ന് ശ്രീനഗർ കാശ്മീർ പോകാൻ വേണ്ടി 7 മണിക്കാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ്. അടുത്ത ഫ്ലൈറ്റിന് നമുക്ക് 6-7 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ ആ ഗ്യാപ്പിൽ നമ്മൾ ഡൽഹിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങി. എയർപോർട്ടിൻ്റെ വെളിയിൽ തന്നെ മെട്രോ ഉണ്ടായിരുന്നു. സോ നേരെ മെട്രോ സ്റ്റേഷനിൽ പോയി. മെട്രോയിൽ കയറി എയർപോർട്ടിൻ്റെ അടുത്ത സ്റ്റോപ്പ്, സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയില്ല, അടുത്ത സ്റ്റോപ്പ് നമ്മൾ ഇറങ്ങി. ഡൽഹിയിലുള്ള ചെറിയ ചെറിയ കടയിലുള്ള ഫുഡൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചുമ്മാ ഓരോരോ കടയിലൊക്കെ ചുമ്മാ കയറി ഇറങ്ങി. ഡൽഹി മോമോസ് എങ്ങനെ കൊള്ളാമോ? ചൂട് നോക്കട്ടെ. കുൽച്ചെ ഇതിൻ്റെ പേരാണ് കുൽച്ചെ. എങ്ങനെ ടേസ്റ്റ് എങ്ങനെയാണ്? ടേസ്റ്റ് നല്ല മധുരം ഉണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്. കൊള്ളാം. പുതിയ എക്സ്പീരിയൻസ് ആണ്.
അല്ല അതൊന്നും കാണിക്കണ്ട. പിന്നെ 5 മണിക്കൂർ നമ്മൾ ഡൽഹി ചുറ്റി അടിച്ചിട്ട് നേരെ മെട്രോ കയറി എയർപോർട്ടിൽ പോയി. ഊരുള്ളത് വാങ്ങിച്ചിടാ നല്ല വാലായിട്ട് എപ്പോഴും. അങ്ങനെ ഡൽഹി എയർപോർട്ടിൻ്റെ അകത്തും കുറച്ച് ഫണ്ണൊക്കെ നടത്തിയിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി മെയിൻ ഗേറ്റിൽ പോയി. ഫ്ലൈറ്റ് ടൈം വന്നിട്ട് 7 മണിക്കാണ്. ഡൽഹി ടു ശ്രീനഗർ ജമ്മു കാശ്മീർ. നമ്മൾ ഇപ്പോഴത്തെ ഫ്ലൈറ്റ് വന്നിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഫ്ലൈറ്റിൽ എപ്പോൾ കയറിയാലും ഇതേപോലെ ഒരു ചെറിയൊരു ക്ലാസ് ഒക്കെ എടുക്കും. ഫ്ലൈറ്റിലിരുന്ന് വല്ലതും സംഭവിച്ചു എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. पानी पर उतरना पड़े तो इस लाइफ जैकेट को इस तरह से पहने और पट्टी अपनी कमर पर कसकर बांध दें। इसे फुलाने के लिए इस लाल टॉवल को मजबूती से खींचें। आपसे निवेदन है कि निकासी द्वार तक पहुंचने से पहले अपनी लाइफ जैकेट को ना फुलाएं, क्योंकि इससे विमान से निकलने में बाधा आ सकती है। यदि आप मुख्य निकास द्वार से बाहर निकलते हैं तो लाइफ जैकेट को विमान से निकल അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് റൺവേയിൽ കയറി നമ്മൾ പറക്കാൻ തുടങ്ങി. ഫ്ലൈറ്റ് എടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ഉറക്കം വന്നു. പിന്നെ ഞാൻ ഒരു ചെറിയൊരു ഉറക്കം ഉറങ്ങി. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ശ്രീനഗർ കാശ്മീർ എയർപോർട്ടിൽ വന്നെത്തി. അങ്ങനെ നമ്മൾ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. മഞ്ഞുമില്ല കുഞ്ഞുമില്ല. തണുപ്പ് തുടങ്ങി. കാശ്മീർ എയർപോർട്ട് കണ്ടതിൽ ചെറിയൊരു എയർപോർട്ടാണ് കാശ്മീർ എയർപോർട്ട്. ലഗേജ് ബാഗ് എടുക്കാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വന്ന ബാഗ് എൻ്റെ ബാഗായിരുന്നു. എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ റൂമിലാണ് പോകുന്നത്. ഇവിടെ റൂമിൽ വന്നിട്ട് നമുക്ക് വേണ്ടി ഉച്ചയ്ക്ക് ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതും നമ്മളെ ബ്രദറാണ്, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ട്രിപ്പിൻ്റെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത് നമ്മളെ ആൽബിൻ അണ്ണനാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ റൂമിലെത്തി. ഇതാണ് നമ്മളെ ആൽബിൻ അണ്ണൻ. ഇനിയുള്ള ട്രിപ്പിൽ നമ്മൾ 4 പേരും കാണും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാശ്മീരാണ്. കാശ്മീരിലെ ശ്രീനഗറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2 ഫ്ലൈറ്റ് കയറിയാണ് ഇവിടെ വന്നത്. ഇത് കാശ്മീരിലെ ആപ്പിളാണ്, കാശ്മീരിലെ പഴം. എന്നിട്ട് ഫാൻ ഉണ്ട്, AC ഉണ്ട്, ലൈറ്റ് ഉണ്ട്. അത്രയും തണുപ്പാണ്. പിന്നെ ഹീറ്റർ. ഇവിടുത്തെ ഹീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഹീറ്ററാണ്. രണ്ടും പോയി. എല്ലാം നീളം. ഇവിടെ 3 മണിക്ക് വന്നില്ലേ ജമ്മു കാശ്മീർ? 3 മണിക്ക്. ഇതാണെങ്കിൽ ഫ്രഷ് ആപ്പിളാണ്. എന്തൊരു മധുരം. ഇത് നമ്മൾ അവിടുത്തെ ആപ്പിള് പോലെ ഒന്നുമില്ല. ഇത് ഇനിപ്പെന്ന് വെച്ചാൽ ഇനിപ്പ് അങ്ങേറ്റം ഇനിപ്പ്, പുളിപ്പെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പുളിപ്പ്. രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി ജമ്മു കാശ്മീരില്. എങ്ങനെയുണ്ട് തണുപ്പ്? തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പൊന്നുമില്ല. തണുപ്പില്ലേ? മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ബ്രെഡും ജാം, എഗ്ഗ്, പിന്നെ വെജിറ്റബിൾസ്, പിന്നെ മിൽക്ക്, ഇതൊക്കെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലഗേജ് ബാഗ് കാറിൽ കയറ്റിയിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളും കാണാൻ വേണ്ടി നമ്മൾ ഇറങ്ങി. ഇത് നമ്മളെ കാശ്മീർ ട്രിപ്പ് പാക്കേജിൽ ഓരോ സ്ഥലങ്ങളെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി വന്ന ബ്രദറാണ്. ആള് പാവമാണ്. ഇത് കുറച്ച് വലിയ ബ്ലോഗാണ്. 8 ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോസ് ഉണ്ട്. സോ പാർട്ട് 1, പാർട്ട് 2, 3, 4 അങ്ങനെ പിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 കമ്മിങ് സൂൺ. പാർട്ട് 2 കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത് പാർട്ട് 2 കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.